കേരളത്തിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി പദവി ഒഴിഞ്ഞ കെ.വി. തോമസ് തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധിയായേക്കും. തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടവർ സമീപിച്ചുവെന്ന് കെ.വി. തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളും സഹകരിക്കാമോ എന്ന് അനൌദ്യോഗികമായി അന്വേഷിച്ചിട്ടുണ്ട് എന്നും കെ.വി. തോമസ് പറഞ്ഞു. ഒരിക്കലും ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നും മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായിരിക്കും എന്ന് പറയാൻ തനിക്ക് കഴിയില്ല എന്നും കെ.വി. തോമസ് കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് വിജയ് പുതിയൊരു മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒഫീഷ്യലായിട്ട് ആരെങ്കിലും എന്നെ അറിയിക്കണം. അങ്ങനെ പ്രപ്പോസൽ വന്നാൽ തീർച്ചയായിട്ടും എന്നൊരു മെൻറ്റർ, എൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ എന്നെ കൈവിട്ടു വരുത്തിയ സീതാറാം യെച്ചൂരിയും പിണറായി വിജയനുമാണ്. അപ്പോൾ അവരോട് പിണറായി വിജയനോടും ബേബിയോടും ഞാൻ ചോദിക്കണം എന്ത് വേണം എന്നുള്ള, കാരണം അവരുടെ ഒരു അനുവാദം ചോദിക്കുന്ന മര്യാദയാണ്. ഈ മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായി തുടരുമോ? അങ്ങനെ ജീവിതത്തിൽ മരണം വരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഒരു ഇടതുപക്ഷ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല, അന്ന് മുതൽ പ്രവർത്തനകാലം പിണറായിയായിട്ട് അടുപ്പം ആ ബന്ധം, പിണറായിയുടെ വ്യക്തിബന്ധം തുടരും. ബി.ജെ.പിയിലേക്ക് പോകുമോ? ഒരു കാര്യത്തും പോകില്ല. റിപ്പോർട്ട് കണ്ടില്ല. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഞാൻ ഒരിക്കലും ബി.ജെ.പിയിലേക്ക് പോകത്തില്ല. ഞാൻ മറ്റൊരു പാർട്ടിയിലും പോകില്ല. ഞാനൊരു കോൺഗ്രസ് മൈൻഡഡായ കോൺഗ്രസ്സുകാരനായ ചരിത്രമുള്ള ഒരാളാണ്, പാരമ്പര്യമുള്ള ആളാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ അടുത്ത രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ചും ദൂര രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഉറപ്പായും അടുത്ത സാധ്യതയെക്കുറിച്ചാണ് കെ.വി. തോമസ് മാഷ് പറയുന്നത് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് CPM-ന്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത സാധ്യത അന്വേഷിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ ദില്ലിയിൽ സഹായത്തിനായി ക്ഷണിക്കുന്നുണ്ട് എന്നാണ് കെ.വി. തോമസ് മാഷ് പറയുന്നത്. ഔദ്യോഗികമായ ചർച്ചകളല്ല, അനൗദ്യോഗികമായ ചില ചർച്ചകൾ സംസ്ഥാനങ്ങൾ നടത്തുന്നു. അതിൽ പ്രധാനം വിജയ് സർക്കാരാണ്. തമിഴ്നാട് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന രൂപത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ താൻ അവരോട് പറഞ്ഞത് ഔദ്യോഗികമായ കത്തിടപാടുകൾ നടക്കട്ടെ, അപ്പോൾ താൻ അഭിപ്രായം പറയാമെന്നുള്ളതാണ്. തനിക്ക് മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല. പിണറായി വിജയനുമായും MA ബേബിയുമായും ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്, അവരുടെ അനുവാദം വാങ്ങേണ്ടതുണ്ട്. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തമിഴ് സർക്കാരിനെ സഹായിക്കാൻ താൻ സന്നദ്ധനാണ് എന്നുകൂടി കെ.വി. തോമസ് മാഷ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീരും പഞ്ചാബും അങ്ങനെയുള്ള മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവർ അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുകൂടി കെ.വി. തോമസ് മാഷ് റിപ്പോർട്ടർ TVയോട് പറയുന്നുണ്ട്. മറ്റൊന്നാകട്ടെ, ഒരിക്കലും ബി.ജെ.പിയിലേക്ക് പോയില്ല. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളിൽ ചിലരുമായി കെ.വി. തോമസ് ചർച്ച നടത്തുന്നുണ്ട് എന്ന രൂപത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ചർച്ചകളാണ്. അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമുണ്ട്. മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായിരിക്കുമെന്ന് തനിക്ക് പറയാൻ കഴിയില്ല, ഭാവിയിൽ എന്തും സംഭവിക്കുമല്ലോ എന്നുകൂടി കെ.വി. തോമസ് മാഷ് പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഭാഗ്യ പരീക്ഷണമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷണമുണ്ടായെന്ന് കെ.വി. തോമസ്. അതിൽ പാലോട് വിവരങ്ങൾ നൽകിയത്.